ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 3 ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ 6 ജില്ലകൾക്ക് 15-ാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മകരപ്പൊങ്കൽ പ്രമാണിച്ചാണ് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് ജനുവരി 15 തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശബരിമല മകരവിളക്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശ്രീവേലി, തൈപ്പൊങ്കൻ എന്നിവ കൂടി പരിഗണിച്ചാണ് ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ളതാണ്. റേഷൻ കടകളിലെ വിഹിതങ്ങൾക്ക് പുറമെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങൾ. അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും പയറുമെല്ലാം നല്ല വിലക്കുറവിൽ തന്നെ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. സപ്ലൈകോ കടകളിൽ സബ്സിഡി സാധനങ്ങൾ നൽകും മുമ്പ് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുവാനാണ് ലക്ഷ്യം. സപ്ലൈകോയുടെ 535 സൂപ്പർ മാർക്കറ്റുകളിലാകും റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യം നടപ്പാക്കുക. ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ സപ്ലൈകോയ്ക്ക് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു. സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് നമ്പർ നിലവിൽ സപ്ലൈകോയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് പിന്നീട് ക്രമക്കേട് നടത്തുന്നതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസിലെ വിജിലൻസിന്റെയും പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു. ഇതുവഴി വൻ വരുമാന ചോർച്ചയും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. അതേസമയം സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലയ്ക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തിലെ റേഷൻ വിതരണം വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് തടസ്സപ്പെടുന്നതാണ്. കാരണം സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ്. റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും പ്രതിസന്ധിയിലായിരിക്കുന്നത്. നാളെ മുതൽ പണിമുടക്കായിരിക്കുമെന്നാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. ഇതോടെ നാളെ മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും സ്തംഭിക്കുമെന്ന് ഉറപ്പാണ്. കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് കരാറുകാരുടെ സംഘടന അറിയിച്ചു. കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ഊർജിതമാണ്. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ റേഷൻ കടകളിൽ വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച ശേഷം മാത്രം പോവുക.